നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് 1000 രൂപ ധനസഹായത്തിന്റെ ആദ്യ ഗഡു വിതരണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയുടെ പങ്കുവയ്ക്കുകയാണ്. ഇതിനോടകം തന്നെ 8 ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ യോഗ്യരായിട്ടുള്ള സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം, അതായത് ഒരു പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. റേഷൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നേരിട്ടാണ് എത്തിച്ചേരുക. മറ്റു ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്തവരും അന്ത്യോദയ അന്ന യോജന, അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷകൾ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. അതുപോലെ തന്നെ വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹ്യക്ഷേമ, സർവീസ്, കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷൻ, EPF പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികളും ആയിരിക്കരുത്. കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല. റേഷൻ കാർഡുകൾ നീല, വെള്ള നിറമായി തരം മാറ്റപ്പെട്ടാൽ പിന്നീട് പെൻഷൻ ലഭിക്കുകയുമില്ല. ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത നഷ്ടപ്പെടും. അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് 1000 രൂപ വീതം പ്രതിമാസം നൽകാനായി തീരുമാനിച്ചിട്ടുള്ളത്. KSMART.LSG-Kerala.Government.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഇനി അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും അപേക്ഷകൾ നൽകാം. ഇതിനായി തദ്ദേശ വാർഡ് മെമ്പർമാരെ സമീപിച്ച് സഹായം തേടുകയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നും നിങ്ങൾക്ക് ഈ ഒരു ധനസഹായത്തിനുള്ള അപേക്ഷ നൽകുവാൻ സാധിക്കും. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലോ പെൻഷൻ പദ്ധതികളിലോ ഗുണഭോക്താക്കൾ അല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. IFSC കോഡ്, ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗും നടത്താം. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല. ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താലും ആ കാലയളവിലെ ധനസഹായം ലഭിക്കുന്നതല്ല. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ആദ്യ ഗഡു വിതരണം നേരത്തെ തന്നെ ആരംഭിക്കുവാനുള്ള നടപടികളാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. അടുത്ത മാസങ്ങളിൽ തന്നെ തുക വിതരണം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനിയും അപേക്ഷ നൽകിയില്ലെങ്കിൽ ഉടനെ തന്നെ അപേക്ഷ നൽകുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.